ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് ഓഫാണ് കേട്ടോ, ഓഫ് ഡേ ആണ്. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്ന് നമുക്ക് കുറച്ച് തേങ്ങ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ഒന്ന് ഉടച്ചിട്ട് ഉണക്കാമെന്ന് വിചാരിച്ചു, ആട്ടാൻ വേണ്ടിയിട്ട്, എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ആട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്ന് പൊട്ടിക്കുവാണ് കേട്ടോ തേങ്ങ. ഓൾറെഡി പൊതിച്ച് വെച്ചിട്ടുണ്ട്, ഡാഡി പൊതിച്ച് വെച്ച തേങ്ങയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്നതിനും പൊട്ടിച്ചിട്ട് ഉണക്കാൻ കരുതി കേട്ടോ. ബിക്കോസ് ഒരുപാട് ഒരുപാട് വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരുപാട് വർഷമായി ഉണക്കി ഇതുപോലെ ആട്ടിയതിന് ശേഷം. കാരണം പണ്ട് നമുക്ക് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ തെങ്ങുണ്ടായിരുന്നു. ഇപ്പം കുറേ തെങ്ങ് മുറിച്ച് കളഞ്ഞു. റോഡിന് വേണ്ടിയിട്ട് കുറേ തെങ്ങ് മുറിച്ചു, അല്ലാതെ മുറിച്ചു. അങ്ങനെ ഇഷ്ടം പോലെ തെങ്ങ് പോയതിന് ശേഷം അധികം തേങ്ങ നമുക്കില്ല. ഇപ്പോൾ ഈ ഉള്ള തേങ്ങയിൽ നമ്മൾ ആട്ടാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് നമുക്ക് ഇത്രയും തേങ്ങ കിട്ടുന്നത്. പണ്ട് മുറ്റം നിറയെ ഇരുന്ന തേങ്ങ ഇപ്പം ഒരു ചെറിയൊരു പായയിൽ മാത്രമായിരുന്നുള്ള ഒരു സങ്കടമുണ്ട്. മീൻസ് അത് പണ്ട് ഇത്രയും നമ്മൾ കണ്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഇപ്പം ഒന്നുമില്ലാത്ത രീതിയിൽ കാണുമ്പോൾ ഒരു വിഷമം. ഇനി അങ്ങോട്ടൊന്നും തേങ്ങ കാണുമെന്ന് തന്നെ അറിയത്തില്ല, കാരണം ആരും നടന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ പായൽ വിരിച്ചിട്ട് ഉണക്കാൻ വിചാരിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ കൂടെ ഒരു നെറ്റൂടെ ഇടണം. നെറ്റൂടെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കാക്ക എടുത്തുകൊണ്ട് പോകും. നമ്മളിങ്ങനെ വെച്ച് ഒരു 4-5 ഡേയ്സ് മതിയാവും തോന്നുന്നു. ഇതിപ്പം ഉണങ്ങിയിട്ട് ഈ ചിരട്ടയിൽ ഇങ്ങനെ ഇളകി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് അരിയണം. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ വെക്കണം. വെച്ച് കഴിഞ്ഞ് കുറച്ച് ചിലപ്പം ഇപ്പോഴത്തെ വെയിലിൽ വേണമെങ്കിൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ഇളകി വന്നില്ലെങ്കിൽ 1-2 ദിവസം വയ്ക്കുമ്പോൾ ചിരട്ടയും താനും ഇളകി വരും. എന്നിട്ട് നമ്മൾ പയ്യെ അതിനെ എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി ആട്ടാം ഗൈസ്. ഇത് നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇപ്പോൾ എന്തോരം റേറ്റാണ് എണ്ണയ്ക്കും. കോക്കനട്ട് ഓയിൽ പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ ആട്ടാന്ന് വിചാരിച്ചതാണ്. ഇപ്പം വീട്ടിൽ കൂടുതലും സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പരിപാടിയൊക്കെ അങ്ങ് നിർത്തി വെച്ചേക്കായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റോടെ നിന്നപ്പോൾ ഒന്ന് ആട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും മമ്മിയും കൂടി ഇന്ന് ചേർന്നിട്ട് ഇങ്ങനെ തേങ്ങ ഉടച്ചതിന് ശേഷം ഉണക്കാൻ വയ്ക്കുകയാണ് ഗൈസ്. അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം കണ്ടില്ലേ, ആകെ ഒരു മൂലയ്ക്കിരിക്കുന്ന പോലെ ഉണ്ട്. കുറച്ച് കാണുമ്പം തന്നെ അത് വിഷമമാണ്. കാരണം പണ്ട് ഇത്രത്തോളം കണ്ടതിന് ശേഷം ഈ ഒരു ചെറിയ ഭാഗം മാത്രം കാണുമ്പോൾ ഒരു ചെറിയ വിഷമം. എന്നാലും കുഴപ്പമില്ല, ഇനി നമുക്ക് നടാം എന്നതേ ഉള്ളൂ. ഇനിയുള്ള ഇതെങ്കിലും നമ്മൾ വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടില്ലേ, ആ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇത്രയും ചെയ്ത് തളർന്നു ഗൈസ്. ഇനി നാളെ കാണാം കേട്ടോ. ബൈ.